ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് ആയിട്ടാണ് വരുന്നത്. സീരീസിൻ്റെ പേര് സട്ടമും നീതിയും. എപ്പിസോഡ് 1ൻ്റെ തുടക്കത്തിൽ നമുക്കൊരു സങ്കടമായ സീനാണ് കാണിക്കുന്നത്. ഒരാൾ കോടതിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു പെൺകുട്ടി ജൂനിയർ അഡ്വക്കേറ്റായിട്ട് കോടതിയിൽ ജോയിൻ ചെയ്യാൻ വരികയാണ്. കുട്ടി തൻ്റെ ഫയൽസ് എല്ലാം ഒരാളുടെ കൊടുക്കുന്നു. അയാൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, മറച്ചു നോക്കുമെന്ന് പറയുമ്പോൾ സുന്ദരമൂർത്തി എന്ന് പറഞ്ഞ ഒരാളാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് കാണിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഈ സീരീസിൻ്റെ ഹീറോയെ കാണിക്കുന്നത്. അപ്പോൾ ഈ വക്കീൽ ഈ കുട്ടിയോട്, സുന്ദരമൂർത്തി അവനൊരു നോട്ടറി ഗായ് അല്ലേ, വെറുതെ ആ ടീക്കടയുടെ അടുത്ത് നിന്ന് ടൈപ്പ് റൈറ്റിംഗ് അല്ലേ അവൻ്റെ ജോലി, അവന് തന്നെ വെറുതെ ഇരിക്കുന്ന ആളാണ്, അപ്പോൾ അവൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ട് എങ്ങനെയാണ് ജോലി കിട്ടുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി ആ വക്കീലിനോട്, ഇല്ല സാർ, അയാൾക്ക് നല്ലോണം ലോ പോയിന്റ് എല്ലാം അറിയാമെന്നും കേസ് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നതാണെന്നും പറയുന്നു. അപ്പോൾ ആ വക്കീൽ കുട്ടിയോട്, അവൻ കേസ് വാദിക്കാൻ വേണ്ടി കോടതിയിലേക്ക് വന്നാൽ അപ്പോൾ വാക്കുകളൊന്നും കിട്ടില്ല എന്നും എല്ലാം സ്റ്റക്കായി പോകുമെന്നും അതുകൊണ്ടാണ് അവിടെ വെറുതെ ഇരിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ ആ കുട്ടി എതിർത്തുകൊണ്ട്, ഇല്ല, അവൻ എന്തെങ്കിലും വാദിച്ചാൽ നിങ്ങളെല്ലാം മുകളിലാകുമെന്ന് പറയുമ്പോൾ, എന്നാൽ പോയി അവൻ്റെ കീഴിൽ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞ് വക്കീൽ ആ കുട്ടിയുടെ ഫയലെല്ലാം തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. ആ പെൺകുട്ടി തൻ്റെ ഫയലെല്ലാം എടുത്ത് വേറൊരു അഡ്വക്കേറ്റിനെ കാണുന്നു. ആ അഡ്വക്കേറ്റ് സുന്ദരമൂർത്തിയെ തനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നതിൽ ആ കുട്ടി, മൂഡ് കോർട്ടിൽ എന്തെങ്കിലും കേസിൻ്റെ കാര്യം വന്നാൽ സുന്ദരമൂർത്തിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളതെന്ന് പറയുന്നു. അപ്പോൾ മൂഡ് കോർട്ട് എന്താണെന്ന് ആ അഡ്വക്കേറ്റ് ചോദിക്കുന്നതിൽ, LLB പഠിക്കുമ്പോൾ നമുക്ക് സ്വന്തമായി കേസ് വാദിക്കാൻ ഒരു ചാൻസ് കോർട്ട് തരുമെന്നും അതിനെയാണ് മൂഡ് കോർട്ട് പറയുന്നതെന്നും പറയുന്നു. അപ്പോൾ ഈ വക്കീൽ ആ കുട്ടിയോട്, സുന്ദരമൂർത്തിയെ വിശ്വസിച്ചിരുന്നാൽ നിൻ്റെ ഫ്യൂച്ചർ ബോറാകുമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് മൂഡ് കോർട്ട് എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ആ കുട്ടി ഒരുപാട് പേരോട് തന്നെ ഇതുപോലെ തന്നെ ജൂനിയറായി ജോയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിൽ ആരും ആ കുട്ടിയെ സമ്മതിക്കുന്നില്ല. ഒരാൾ കുട്ടിയോട്, നീ കോളേജിൽ ഭയങ്കര വലിയ റൗഡിയായിരുന്നെന്നും അതുകൊണ്ട് തന്നെ ജൂനിയറായിട്ട് എടുക്കാൻ താല്പര്യമില്ലെന്നും പറയുന്നു. വേറൊരാൾ കുട്ടിയോട് കോർട്ടിൻ്റെ ഓഫീസ് റൂം കഴുകണമെന്ന് പറയുന്നു. ഇതൊന്നും ആ കൊച്ചിന് ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ജൂനിയറായി ചാൻസ് കൊടുക്കാത്തതുകൊണ്ട് ആ കുട്ടി സങ്കടത്തോടെ അവിടെ നിന്ന് വരുന്ന സീൻ കാണിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നടനെയാണ് കാണിക്കുന്നത്. കുട്ടി നടൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ നടൻ ആരും തന്നെ ജോലിക്ക് എടുത്തില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നടൻ, എൻ്റെ റെക്കമെൻഡേഷൻ വെച്ച് ആരും തനിക്ക് ജോലി തരില്ലെന്ന് പറയുന്നു. അപ്പോൾ രണ്ടാൾക്കാർ അവിടെ ഇരുന്ന് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം 1894 ആക്ട് പ്രകാരം എയർപോർട്ടിൻ്റെ സ്ഥലമെല്ലാം ഗവൺമെൻറ് എടുക്കുമെന്ന് പറയുന്നത് കേട്ട് നടൻ ആ ആക്ട് എല്ലാം ഇപ്പോൾ പിൻവലിച്ചെന്നും ഇപ്പോൾ 2013 ആക്ട് പ്രകാരം നമ്മുടെ സ്ഥലം ഒരു ഗവൺമെൻറ്റിനാലും വെറുതെ അങ്ങനെ എടുക്കാൻ പറ്റില്ലെന്നും നടൻ പറയുന്നു. ഇതൊന്നും അറിയാതെ നിങ്ങൾ വന്ന് ലോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നടൻ പറയുന്നു. ഇത് കേട്ട് നടി വളരെ ആശ്ചര്യത്തോടെ നടനെ നോക്കുന്നു. അപ്പോൾ ആ കുട്ടി നടനോട്, എന്നെ ജൂനിയറായിട്ട് എടുക്കാമോ എന്ന് ചോദിക്കുന്നതിൽ നടൻ, എനിക്കൊരു ടൈപ്പ് റൈറ്റിംഗ് വർക്കാണുള്ളത്, ഞാൻ ജൂനിയറായിട്ട് എടുത്താൽ നിനക്ക് പേപ്പർ ഹാൻഡിൽ ചെയ്യണ വർക്ക് എനിക്ക് തരാൻ പറ്റൂ, അതിന് ശമ്പളമൊന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഭക്ഷണം മാത്രം തരാമെന്ന് പറയുന്നു. നീ നല്ലോണം ആലോചിക്കൂ എന്ന് പറഞ്ഞ് നടൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. നടി കോട്ട് ഫുൾ അലന്നിട്ടും ആരും നടിയെ ജൂനിയറായിട്ട് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ നടി കോട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് വീട്ടിൽ അമ്മ പറഞ്ഞത് ആലോചിക്കുന്നു. അതായത് 3 മാസം കൂടി നിനക്ക് ടൈമുള്ളൂ, അതിനുള്ളിൽ ആരും ജൂനിയറായി ഏറ്റെടുത്തില്ലെങ്കിൽ മാമൻ്റെ മോനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട്, എന്താ ജൂനിയർ ഇങ്ങനെ പുറത്തിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നീ എൻ്റെ കൂടെ അടി ഉണ്ടാക്കാൻ വന്നതാണോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ, ഞാൻ ഗ്രേറ്റ് വിശ്വനാഥൻ സാറിൻ്റെ ജൂനിയറായിട്ടാണ് വർക്ക് ചെയ്യണത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് അടി ഉണ്ടാക്കണ്ട, എനിക്ക് അടി ഉണ്ടാക്കേണ്ടവരെല്ലാം കൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നിന്റെ ജോലി എപ്പോഴും ഈ കോടതി റോഡിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ നടൻ തൻ്റെ ടേബിളിൽ ഇരിക്കുമ്പോൾ നടൻ വട്ടിപ്പലിശയ്ക്ക് പൈസ വാങ്ങിയ ദുരൈ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പൈസ ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഉറക്കെ സംസാരിക്കുമ്പോൾ നടൻ ഉറക്കെ സംസാരിക്കില്ലേ, ഒച്ച വയ്ക്കല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ ഒച്ച വയ്ക്കുന്നില്ല, നീ പൈസ ഇതുവരെ തരാത്തതുകൊണ്ടാണ്, ഞാൻ ഒച്ച വെച്ചാൽ ഇതിലും സൗണ്ട് വരും, നാളെ ഞാൻ വരുമ്പോൾ പൈസ എനിക്ക് തന്നിരിക്കണം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. നടൻ പൈസയെപ്പറ്റി ആലോചിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ 2 ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നു. അവരെന്താ സംസാരിക്കുന്നത് വെച്ചാൽ, ഇവിടെ ആൾക്കാർക്ക് പറയാൻ ഒരുപാട് നാക്കുണ്ടെങ്കിലും പക്ഷേ കേസ് എടുത്ത് വാദിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ സ്വന്തമായി തീ കൊളുത്തി മരിച്ചിട്ടും ആരെങ്കിലും അത് ബോദർ ചെയ്തോ എന്ന് അയാളോട് ചോദിക്കുന്നു. ഇത് കേട്ടാണ് നടൻ വീട്ടിലേക്ക് പോകുന്നത്. നടൻ വീട്ടിലെത്തുമ്പോൾ വൈഫ് മോളെ പെണ്ണ് കാണാൻ വേണ്ടി ആരോ വരുന്ന കാര്യം ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നതിൽ വൈഫ് ഒന്നും പറയാതെ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോഴാണ് നടൻ മോൻ ഏതോ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്ത പേപ്പർ കാണുന്നത്. അപ്പോൾ മോനെ വിളിച്ചിട്ട്, നീ ലോ പഠിക്കണമെന്നല്ല ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം എന്തിനാണ് വേറെ കോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് ചോദിക്കുന്നതിൽ മോൻ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് പറഞ്ഞത്, എന്ന് നിങ്ങളുടെ മരത്തിൻ്റെ അടിയിൽ വെറുതെ ഇരിക്കുന്നത് കണ്ടോ, അന്നേ ഞാൻ അത് വിട്ടു എന്ന് മോൻ പറയുന്നു.
ഇത് കേട്ട് വന്ന മകള് മോനെ ചൂടാവുന്നു. അതായത് അച്ഛനോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞ് ചൂടാവുമ്പോൾ വൈഫ് അവൻ ഇഷ്ടമുള്ളത് അവൻ പഠിക്കട്ടെ, എന്തിനാണ് അച്ഛനും മോളും അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിൽ ഞാനാണോ ഒച്ച എടുത്തത്, അവനല്ലേ എൻ്റെ പുറത്ത് ഒച്ച എടുത്തത്, അവൻ എന്നെയാണ് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മോൻ ഞാൻ എന്ത് ഡിസ്റെസ്പെക്ട് ചെയ്തു, നിങ്ങളൊരു ഫെയിലിയർ ആണെന്നും എനിക്ക് ഇതേപോലത്തെ ഈ വൃത്തിയിട്ട വീട്ടിലിരിക്കാൻ താല്പര്യമില്ലെന്നും എനിക്ക് പോകണമെന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു കേസെങ്കിലും ജയിച്ച് കാണിക്കുക എന്നും പറഞ്ഞ് മോൻ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് നമ്മുടെ നായകന് ഒരുപാട് വിഷമമാകുന്നു. നായകൻ വിഷമിച്ച് ടെറസിൽ നിൽക്കുമ്പോൾ മോൾ അവിടേക്ക് വന്ന് വിഷമിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ നായകൻ ഞാൻ തോളിൽ കിടത്തി വളർത്തിയ എൻ്റെ കുട്ടി ഇന്ന് എന്നെ ഫെയിലിയർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അപ്പോൾ മോള് എല്ലാവർക്കും എല്ലാം ശരിയാവില്ലെന്നും നിങ്ങൾക്ക് പറ്റുന്നതേ നിങ്ങൾക്ക്, അതായത് അച്ഛന് പറ്റുന്നതേ അച്ഛന് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ മോളോട് അപ്പം നിനക്കും ഉറപ്പാണ് എനിക്ക് കോർട്ടിലൊന്നും പറയാൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് മോള് പറയുന്നതിൽ എന്നെ കുറച്ച് നേരം ഒറ്റയ്ക്ക് വിടുക എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കഴിയുന്നു. ഓം പറഞ്ഞതിൽ നായകന് ഒരുപാട് വിഷമമുണ്ടെന്ന് നമുക്ക് സീനിൽ നിന്ന് മനസ്സിലാവും. നായകൻ ഒരുപാട് കരയുന്നുണ്ട്. രാത്രി നായകന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കത്തിലും മോനും മോളും പറഞ്ഞത് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മോൻ ഒരു കേസെങ്കിലും ജയിച്ച് കാട്ട് എന്ന് പറയുന്നത് നായകൻ ഒരുപാട് അത് തന്നെ ആലോചിച്ച് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ രാവിലെ കോർട്ടിൽ നായകൻ എന്തോ ഒരു കാര്യം പേപ്പറിൽ എഴുതി അത് ടൈപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ നായകനും ഇയാൾ സ്വന്തമായി പെട്രോൾ കൊടുത്ത് മരിക്കുന്ന സീനിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ അയാളുടെ കേസ് തന്നെയാണ് നായകൻ ടൈപ്പ് ചെയ്ത് നമ്മുടെ പെൺകുട്ടി, അതായത് നടിയോട് എൻ്റെ കൂടെ വരാനും ഈ കേസ് നമുക്ക് ഫയൽ ചെയ്യാനെന്ന് പറഞ്ഞ് നായകൻ ഫയൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നു. നായകൻ വന്നിട്ട് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് മരിച്ച ആളുടെ പേരിലൊരു PIL ആണ് എനിക്കിനി ഫയൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആ കുട്ടി ആരാണ് കൗൺസിൽ എന്ന് ചോദിക്കുന്നു. ഞാൻ തന്നെയാണ് കൗൺസിൽ, ഇതാണ് എൻ്റെ കൗൺസിൽ. എന്നിട്ട് ആ കുട്ടിയോട് തിരിഞ്ഞ്, അതായത് നായികയോട് തിരിഞ്ഞ് നായകൻ സീൽ ചെയ്ത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് നായകൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ നായകനെ നോക്കുന്നത് കാണിച്ച് ആ എപ്പിസോഡ് അവിടെ കഴിയുന്നു. എപ്പിസോഡ് 2ൻ്റെ തുടക്കത്തിൽ നായകൻ ആ മരിച്ച ആളെപ്പറ്റി ഒരു സീൻ ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അയാൾ കോടതിയിലേക്ക് വന്ന് അയാൾ എഴുതിക്കൊണ്ട് വന്നേക്കുന്ന പെറ്റീഷൻ ടൈപ്പ് ചെയ്യാൻ നായകൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ നായകൻ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ട് അയാളോട് ഇത് ടൈപ്പ് ചെയ്യാൻ പറയുന്നു. നായകൻ്റെ തൊട്ടടുത്തിരുന്ന് അയാൾ ടൈപ്പ് ചെയ്യുമ്പോൾ നായകൻ ഇയാൾ പറയുന്നത് ശ്രദ്ധിക്കുന്നതുമുണ്ട്. അതായത് ഇയാളുടെ പേര് കുപ്പുസ്വാമിയാണെന്നും 52 വയസ്സാണെന്നും ഇയാളുടെ കുട്ടിയെ അതായത് ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണെന്ന് ഇയാളുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സുബ്രഹ്മണ്യം പോലീസിൽ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ പോലീസ് താൻ പറയുന്നത് ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്നും കംപ്ലൈൻ്റ് ഒന്നും എഴുതിയില്ലെന്നും പറയുന്നു. അപ്പോൾ എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ നായകൻ എൻ്റെ മോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴും കമ്പനി വണ്ടിയാണ് അവളെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതെന്നും ഈ സംഭവം നടന്ന ദിവസം ഒരു 3-4 ആൾക്കാർ വന്ന് ഇവളെ ബലമായി ഒരു വെള്ള കാറിലേക്ക് പിടിച്ചുകൊണ്ട് പോയത് ഇയാൾ കണ്ടുവെന്നും ഇയാൾ ശ്രമിക്കാൻ, അതായത് തടയാൻ ശ്രമിച്ചെങ്കിലും അവർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്നും ഇയാൾ പറയുന്നു. അപ്പോൾ മോളുടെ പേരെന്താണെന്നും മോളുടെ പേര് വെണ്ണില എന്നാണെന്നും 27 വയസ്സാണെന്നും അയാൾ പറയുന്നത് നായകൻ കേൾക്കുന്നത് നായകൻ ഓർക്കുന്നു. അതോടെ ആ സീനോടെ കഴിയുന്നു. നായകൻ ഇത് ആലോചിച്ചുകൊണ്ട് മോർച്ചറിയിലേക്കാണ് പോകുന്നത്. മോർച്ചറിയിൽ വെച്ച് ഈ കുപ്പുസ്വാമിയെ പറ്റി ആൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ മോർച്ചറിയിലെ ആൾ പറയുന്നു അതായത് കത്തിയതിൽ ഫുൾ ശരീരം കത്തിപ്പോയി, ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല, സ്വന്തക്കാരും അയാൾ അന്വേഷിച്ച് വരാത്തതുകൊണ്ട് പോലീസുകാർ തന്നെയാണ് എടുത്തുകൊണ്ട് പോയി ക്രിമേറ്റ് ചെയ്തത് എന്നും പറയുന്നു. അപ്പോൾ നായകൻ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ബാക്കിയെല്ലാം റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നായകൻ റിപ്പോർട്ടോ എന്ന് ചോദിക്കുന്നതിൽ അതെ സർ, രാവിലെ നിങ്ങളുടെ അസിസ്റ്റന്റ് വന്ന് റിപ്പോർട്ട് കളക്ട് ചെയ്തു കൊണ്ടുപോയി എന്ന് പറയുന്നു. നായകൻ അത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞു മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അടുത്ത സീനിൽ സുന്ദരമൂർത്തി സ്ഥിരമായി ചായ കുടിക്കുന്ന ആ ഷോപ്പിൽ 2 ആൾക്കാർ വന്നിട്ട് ഇതുവരെയായിട്ടും സുന്ദരമൂർത്തി എന്താ കാണാത്തതെന്ന് ചോദിക്കുന്നതിൽ ആ ചായക്കടക്കാരൻ അപ്പോൾ അറിഞ്ഞില്ലേ സുന്ദരമൂർത്തിക്ക് കേസ് കിട്ടി എന്ന് പറയുന്നു. അപ്പോൾ അയാൾ നമ്മുടെ സുന്ദരമൂർത്തിക്ക് കേസ് കിട്ടിയോ എന്ന് ചോദിച്ച് എല്ലാവരും ചിരിക്കുന്നത് കാണിക്കുന്നു. അതായത് അവർക്കെല്ലാം സന്തോഷമാണ് അയാൾക്ക് കേസ് കിട്ടിയതെന്ന് നമുക്ക് ആ സീനിൽ നിന്ന് മനസ്സിലാകും. സീനിൽ നമ്മുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആയ ആ കുട്ടി ഒരു പോലീസുകാരനോട് തർക്കിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കോടതി പ്രിമൈസസിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും ഒന്ന് വിചാരണ പോലും ചെയ്യാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ സാധിക്കുന്നതെന്ന് ചോദിച്ച് അയാളോട് തർക്കിക്കുന്നു. അപ്പോഴേക്കും നായകൻ അവിടേക്ക് വരുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നതിൽ ഈ പോലീസുകാരൻ ഇതുപോലെ നടന്നു, അപ്പോൾ ലോക്കൽ പോലീസ് വന്ന് അയാളുടെ ബോഡി എടുത്തിട്ട് പോയി ക്രിമേറ്റ് ചെയ്തു, ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് വിചാരിക്കാനാണ് എന്ന് ചോദിക്കുന്നതിൽ ആ സീനോടെ കഴിയുന്നു. നായകൻ നായികയോട് വരാൻ പറയുന്നു. അപ്പോൾ നായിക ഞാൻ എങ്ങനെ വരാനാണ്, എനിക്ക് പോലീസിൻ്റെ ഉത്തരം വേണമെന്ന് പറയുമ്പോൾ നായകൻ ചോദിക്കേണ്ട സ്ഥലം ഇതല്ലെന്നും ചോദിക്കേണ്ടടുത്ത് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് നായിക വിളിച്ചുകൊണ്ട് കുപ്പുസ്വാമി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു.
പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ കോൺസ്റ്റബിളിനോട് കുപ്പുസ്വാമി എന്ന് പറഞ്ഞ ഒരാളെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ ഏത് കുപ്പുസ്വാമി എന്ന് ചോദിക്കുന്നതിൽ 4 ആഴ്ച മുമ്പ് സ്വന്തമായി തീ കൊളുത്തി മരിച്ച കുപ്പുസ്വാമിയെ പറ്റി അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, ഞങ്ങളാണ് കേസ്, അതായത് അയാളെ ക്രിമിനേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അയാൾ ഇവിടെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിരുന്നു മോൾ മിസ്സിംഗ് ആയെ പറ്റി, ആ കംപ്ലയിൻറ്റ് എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. അപ്പോൾ കോൺസ്റ്റബിൾ SI വരാൻ കുറച്ച് ലേറ്റ് ആവും, അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ കുറേ നേരമായിട്ട് ഇവർ പോകാത്തത് കാണുമ്പോൾ കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി SIയെ വിളിച്ചുകൊണ്ട് അവർ വന്നു സാറ് പറഞ്ഞ പോലെ എന്ന് പറയുന്നു. അപ്പോൾ SI ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. തിരിച്ചു വന്ന അയാൾ അവരോട് SI വരാൻ കുറച്ച് നേരമാകും, അതായത് കുറച്ച് വൈകും, നിങ്ങൾ പോയി നാളെ വരാം, നിങ്ങൾക്ക് ഒരുപാട് തിരക്കില്ലേ, നാളെ വന്നോളാം പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടി, അതായത് നമ്മുടെ നായിക 2 മണിക്കൂറായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ വന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നായികയോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അവർ തന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം, SI വരുമ്പോൾ അറിയിക്കണം എന്ന് പറയുന്നതിൽ കോൺസ്റ്റബിൾ ഓക്കെ എന്ന് പറയുന്നു. പുറത്തേക്ക് വരുമ്പോൾ നായികയോട് നമ്മൾ എപ്പോഴാണോ പാനിക് ആവുന്നത് അപ്പോൾ നമ്മുടെ എനിമികൾക്ക് കൂടുതൽ ശക്തി കിട്ടാനും അവർ നമ്മളിൽ നിന്ന് മറയ്ക്കാനും സാധ്യതയുണ്ട്, നമ്മൾ കുറച്ച് പേഷ്യൻസ് ആയിട്ട് ഇരുന്നാൽ അവർക്ക് പേടിയാവും, അപ്പോൾ അവരുടെ നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് വരും, അതിൽ പിടിച്ച് നമ്മൾക്ക് കയറാം എന്ന് പറയുമ്പോൾ നായിക ഞാൻ ഒന്നും മിണ്ടരുത് എന്നാണോ പറയണത് എന്ന് ചോദിക്കുന്നതിൽ മിണ്ടരുതെന്നല്ല, പേഷ്യൻ്റ് ആയിട്ടിരിക്കാൻ ആണ് ഞാൻ പറയുന്നത് എന്ന് നായകൻ പറയുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് SI അവിടേക്ക് വരുന്നു. SI കോൺസ്റ്റബിളിനോട് അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ അവർ പുറത്തുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നായകനും അകത്തേക്ക് കയറി വന്നിട്ട് SIയോട് കുപ്പുസ്വാമി എന്ന് പറഞ്ഞ ഒരാൾ, അതായത് കുറച്ച് നാൾ മുമ്പ് സ്വന്തമായി തീ കൊളുത്തി കോട്ടിൽ മരിച്ച ഒരാളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ SI ഒരാളറിയാം, അങ്ങനെ മരിച്ച ഒരാളെ അറിയാം, പക്ഷേ അയാളുടെ പേര് കുപ്പുസ്വാമി എന്നാണെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് അറിയുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, പേരറിയില്ല എന്നുള്ളത് ഞാൻ സമ്മതിച്ചു, പക്ഷേ അയാൾ ഇവിടെ വന്നൊരു കംപ്ലയിൻറ്റ് കൊടുത്തല്ലോ മോളെ കാണാനില്ലേ എന്ന്, ആ കംപ്ലയിൻറ്റ് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടേക്കാണ് അയാൾ വന്നതിന് എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്കത് ഇവിടേക്കാണെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ്, കംപ്ലയിൻറ്റ് എടുക്കാത്തത് കൊണ്ടാണ് കോർട്ടിലേക്ക് വന്നതെന്നും അയാൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ പേര് പറയുന്നത് ഞാൻ തന്നെ എൻ്റെ ചെവി കൊണ്ട് കേട്ടെന്നും നായകൻ SIയോട് പറയുന്നു. ഇനിയും അയാളെ അറിയില്ല എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് നായകൻ ചോദിക്കുന്നു. വേണമെങ്കിൽ ഞാൻ പുറത്തെ കടയിലെ CCTVയും കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ SI അയാൾ ഇവിടെ വന്നു എന്ന് സമ്മതിക്കുന്നു. പക്ഷേ അയാൾ ഇവിടെ വന്നിട്ട് എങ്ങനെ പെരുമാറിയെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അപ്പോൾ കുപ്പുസ്വാമി സ്റ്റേഷനിലേക്ക് വളരെ പാനിക്കായിട്ട് വന്ന് കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നു. പക്ഷേ അയാൾ പറയുന്നതൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല, അത് ആ പാനിക്കിലാണ്, അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് SI അയാൾ എന്താ പെരുമാറിയെന്ന്, അതായത് മോശമായാണ് പെരുമാറിയെന്ന് നായകനോട് പറയുന്നത്. അപ്പോൾ നായകൻ എന്നാൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ SI അതും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ നായകൻ ചൂടായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്, കുപ്പുസ്വാമി ഒരു സാധാരണ മനുഷ്യനാണ്, അയാളുടെ കുട്ടിയെ കാണാണ്ടായപ്പോൾ അയാൾ പാനിക്കായി, അപ്പോൾ നിങ്ങൾ വേണം അയാളുടെ അതായത് കാം ചെയ്തിട്ട് കാര്യം ചോദിക്കാനും, അല്ലാതെ ഇതേപോലെ നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പറ്റുക എന്ന് നായകൻ SIയോട് ചോദിക്കുന്നു. അപ്പോൾ SI നായകനോട് ചൂടായിട്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വരുന്ന ആൾ ബേസിക് ആയിട്ട് എന്താ കൊണ്ടുവരേണ്ടതെന്ന് അറിയാമോ, അതായത് ഒരു ഫോട്ടോ ആണ്, പക്ഷേ ഞാൻ ഫോട്ടോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞങ്ങളുടെ ഫോക്സിൽ ഫോട്ടോ എടുക്കുന്ന ഒരു പതിവില്ല, ഞങ്ങൾ ആരും ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ല എന്നാണ്. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യാൻ വന്ന ആൾക്ക് ഞങ്ങൾ എങ്ങനെ കൊടുക്കും, അതുകൊണ്ടാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ എന്ന് SI നടനോട് പറയുന്നു. നായകൻ SIയോട് വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആകെ അയാൾ വന്നു, അയാളുടെ പേര് നോട്ട് ചെയ്തു, പോയി, അത്രയേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് SI പറയുന്നു. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നായിക നായികനോട് നമ്മൾ ബാക്ക് ടു സ്ക്വയർ 1 ആണല്ലോ സാർ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നമ്മൾ എന്തോ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്ത് കാണിക്കുമ്പോൾ കോൺസ്റ്റബിൾ ആരെയോ വിളിച്ചിട്ട് അവർ സ്റ്റേഷനിൽ നിന്ന് പോയെന്നും കണ്ടിട്ട് ഇപ്പോൾ തന്നെ സത്യം കണ്ടുപിടിക്കുമോ എന്ന് ഡൗട്ട് ഉണ്ടെന്നും പറയുന്നു. അപ്പോൾ ആ ഫോൺ വിളിക്കുന്ന ആൾ നാളെയാണ് കേസ് ഹിയറിംഗ് വെച്ച് അവരെങ്ങനെ സത്യം കണ്ടുപിടിക്കാനാ, അതൊന്നും നടക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ശരിയാണ്, പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ നമ്മുടെ കയ്യിൽ വേണം എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ഫോൺ സംഭാഷണം കാണിച്ചുകൊണ്ടാണ് ആ സീൻ അവിടെ കഴിയുന്നത്. അടുത്ത സീനിൽ നായകൻ രാത്രി വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ നായിക ഫോൺ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അയാളുടെ പേര് മാത്രമേ ഉള്ളൂ, ഫോട്ടോയും, അത് വെച്ച് നമ്മൾ എങ്ങനെയെങ്കിലും അയാളെ ട്രേസ് ഔട്ട് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ നായകൻ അയാൾ ആരാണെന്നറിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും പെട്ടെന്ന് അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും പറയുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞ് നായകൻ എന്തോ ആലോചിക്കുമ്പോഴാണ് അയാൾ ആദ്യത്തെ സീനിൽ വന്നപ്പോൾ, അതായത് നായകനോട് ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നപ്പോൾ അയാളുടെ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞതായി നായകന് ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ നായകൻ പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് വന്ന് ആ ഫയലിൽ നിന്ന് അയാളുടെ അഡ്രസ്സ് കിട്ടുന്നു. അപ്പോൾ തന്നെ നായികയെ വിളിച്ചിട്ട് കുപ്പുസ്വാമിയുടെ അഡ്രസ്സ് കിട്ടിയെന്നും, അപ്പോൾ നായിക എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഈ അഡ്രസ്സിൽ അയാളുടെ ഫാമിലി ഉണ്ടാവുമെന്നും, ഫാമിലി കണ്ടുപിടിച്ചാൽ നമുക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടുമെന്നും, ഫോട്ടോ കിട്ടിയാലേ ഈ കംപ്ലയിൻറ്റ് വാലിഡ് ഉള്ളൂ എന്നും, ഇത് നമുക്ക് എന്തായാലും കേസിന് നല്ല ഗുണമാണെന്നും നായകൻ നായികയോട് പറയുന്നു.
അതുകൊണ്ട് തന്നെ നാളെ രാവിലെ നേരത്തെ വരാൻ പറയുമ്പോൾ അവൾ നാളെ രാവിലെ ഞാൻ നേരത്തെ വരാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അടുത്ത സീനിൽ അവർ രണ്ടുപേരും കൂടെ ആ അഡ്രസ്സിലേക്ക് ഓട്ടോയിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ എത്തുമ്പോൾ നായിക ഫ്രണ്ടിൽ നടന്നു പോകുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞ് നായിക ഒരു ബിൽഡിംഗ് കണ്ടിട്ട് നായകനെ വിളിച്ച് സർ ഇതാണ് ആ അഡ്രസ്സ് എന്ന് പറയുമ്പോഴാണ് നമ്മളെ ആ ബോർഡ് കാണിക്കുന്നത്. സെങ്കതിർ മെൻ്റൽ ഹോസ്പിറ്റൽ എന്നാണ് ആ ബോർഡ്. ആ ബോർഡ് കണ്ട് അവർ ഞെട്ടി നിൽക്കുന്നത് കാണിച്ച് ആ എപ്പിസോഡ് അവരെ അവസാനിക്കുന്നു. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. അതുകൊണ്ട് മറക്കാതെ കാണുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ ബൈ.